Recording ഒരു minute. Second. No, just unmute yourself. 1 minute. ഹാപ്പിനെസ് മാസ്റ്ററി ഹബിന്റെ ഇന്നത്തെ ലൈവ് സെഷനിലേക്ക് എല്ലാ കുടുംബാംഗങ്ങൾക്കും ഹാർദമായ സ്വാഗതം. നമുക്കേറെ പ്രിയപ്പെട്ട നാമമാണ് നമ്മുടെ ദിനേശ് മുങ്കച്ചാർ എന്നത്. അതായത് സ്വപ്നം കാണുക, അതിൽ വിശ്വസിക്കുക, അത് നേടിയെടുക്കുക എന്നീ 3 വാക്കുകൾ കൊണ്ട് നമുക്ക് പുതിയൊരു ജീവിത ദർശനം തന്നെ പകർന്നു തന്ന മഹത് വ്യക്തിത്വമാണ് അദ്ദേഹം. ബഹുമുഖ പ്രതിഭയായ അദ്ദേഹം ഹാപ്പിനെസ് കോച്ച്, ലൈഫ് കോച്ച്, സംരംഭകൻ, ലോ ഓഫ് അട്രാക്ഷൻ കോച്ച്, എഴുത്തുകാരൻ, പ്രഭാഷകൻ എന്നീ നിലകളിൽ ഇതിനോടകം തന്നെ വ്യക്തിമുദ്ര പതിപ്പിച്ചു കഴിഞ്ഞു. കാസർഗോഡിന്റെ മണ്ണിൽ ജനിച്ച് അബുദാബിയിൽ വേരുറപ്പിച്ച അദ്ദേഹത്തിന്റെ ജീവിതാനുഭവങ്ങളും ഒരു സാധാരണക്കാരനിൽ നിന്നും അസാധാരണക്കാരനിലേക്കുള്ള അദ്ദേഹത്തിന്റെ വളർച്ചയും നമ്മളെ ഏറെ പ്രചോദിപ്പിക്കുന്നതാണ്. എന്നാൽ അതിനേക്കാളേറെ എല്ലാവരെയും സമഭാവനയോടുകൂടി കാണാനും ചേർത്തു നിർത്താനും അദ്ദേഹത്തിന്റെ അനന്തമായ ജ്ഞാനം എല്ലാവരിലേക്കും പകർന്നു നൽകാനുമുള്ള അദ്ദേഹത്തിന്റെ മനസ്സാണ് മറ്റുള്ളവരിൽ നിന്നും അദ്ദേഹത്തിനെ വ്യത്യസ്തനാക്കുന്നത്. യൂട്യൂബിലൂടെ അദ്ദേഹം നൽകുന്ന സൗജന്യ ക്ലാസ്സുകളിലൂടെ ലക്ഷം ജനങ്ങൾക്കാണ് ഇതിനോടകം തന്നെ പരിവർത്തനം ഉണ്ടായിട്ടുള്ളത്. നമ്മുടെ എല്ലാം ജീവിതത്തിന്റെ വിജയം എന്നത് നമ്മുടെ സന്തോഷങ്ങളാണെന്ന് അദ്ദേഹം നമ്മെ എപ്പോഴും ഓർമ്മിപ്പിക്കുന്നു. അതിനായി നമ്മുടെ ജീവിതത്തിന്റെ പ്രധാനപ്പെട്ട മേഖലകൾ, അതായത് ആരോഗ്യം, സാമ്പത്തികം, ബന്ധങ്ങൾ, അതുപോലെ നമ്മുടെ ആത്മീയത, കൂടാതെ നമ്മുടെ വിനോദങ്ങൾ, ഇവയ്ക്കെല്ലാം നമ്മൾ തുല്യമായ പ്രാധാന്യം ജീവിതത്തിൽ നൽകണമെന്ന് അദ്ദേഹം നമ്മെ എപ്പോഴും ഓർമ്മിപ്പിക്കുന്നു. ഇന്നത്തെ ഈ ലൈവ് സെഷൻ, അതായത് വാക്കുകൾ കൊണ്ട് മായാജാലം തീർക്കുന്ന നമ്മുടെ ഏവരുടെയും പ്രിയങ്കരനായ ശ്രീ ദിനേശ് മുങ്കച്ചാറിനെ ഇന്നത്തെ ലൈവ് സെഷൻ ഹാൻഡിൽ ചെയ്യുന്നതിനായി ക്ഷണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി. Thank you, Ashmi. Thank you very much. Thank you. So proud of you. Thank you. നമ്മുടെ കുട്ടികളെ നമുക്ക് വേണ്ടി നമ്മൾ ക്ലാസ്സിൽ വന്ന് സംസാരിക്കുമ്പോൾ എന്താ സന്തോഷം എന്താണെന്ന് അറിയാം. ഇന്ന് മുതൽ നമ്മുടെ കോച്ച് പ്രോഗ്രാമിൽ പങ്കെടുത്ത മിക്ക ആൾക്കാരെയും ഓരോ ക്ലാസ്സുകൾ എടുക്കാനായിട്ട് ഞാൻ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. എന്ന് ആദ്യം കുട്ടികളുടെ ക്ലാസ് ആയിരുന്നു ഇന്നത്തെ ദിവസം. നമുക്ക് 5 മണിക്ക് സ്മോൾ വാരിയേഴ്സ് എന്ന് പറയുന്ന നമ്മുടെ കുട്ടികളുടെ ക്ലാസ് തുടങ്ങി. അവിടെ 4 ടീച്ചർമാർ ഇതായിട്ട് കുട്ടികളുടെ കൂടെ ഫുൾ 2 മണിക്കൂർ നേരം ക്ലാസ് എടുത്തു. അതിനുശേഷം ലോ ഓഫ് അട്രാക്ഷന്റെ ക്ലാസ് ലൈവ് സെഷൻ എടുത്തു. അവിടെ ആശ ലക്ഷ്മി ആയിരുന്നു ഇന്നത്തെ ക്ലാസ്. ആശ ലക്ഷ്മി വളരെ ഭംഗിയായിട്ട് അവിടെ ക്ലാസ് എടുത്തു. അപ്പൊ അജ്മിയെ ഞാൻ എപ്പോഴും കൂടെ ചേർത്ത് വെച്ചിരിക്കുന്നത്. അജ്മി നമ്മുടെ കുട്ടിയാണ്. അജ്മി കുട്ടി തന്നെ വിളിക്കാൻ തന്നെയാണ് ആഗ്രഹം. അജ്മി വിചാരിക്കുന്ന വലിയ പ്രായമൊന്നുമില്ല, അജ്മി നമ്മുടെ കുട്ടി തന്നെയാണ്. അപ്പോൾ അജ്മി എങ്ങനെ എല്ലാ ദിവസവും ഇവിടെ വരും, കുറച്ച് കാര്യങ്ങൾ സംസാരിക്കും. ഞാൻ വരുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കും. അതുപോലെ തുടർ ദിവസങ്ങളിൽ മറ്റ് ചില ആൾക്കാരൊക്കെ കുറച്ച് ചെറിയ കോട്ടുകളും അവർ ക്ലാസ്സിൽ പഠിച്ച് മറ്റുള്ളവർക്ക് പകരാനുള്ള ചെറിയ കാര്യങ്ങളൊക്കെ നുറഞ്ഞ വിദ്യകളുമായിട്ടൊക്കെ ഇനിയ ദിവസങ്ങൾ നിങ്ങളെ കൂടെ ഉണ്ടാവും. അങ്ങനെ ഹാപ്പിനെസ് മാസ്റ്ററി ഒരു ഗ്രൂപ്പായിട്ട് ഒരു കൂട്ടം ആൾക്കാരുടെ പ്രവർത്തനത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇത്രകാലം നിങ്ങൾ എന്നെ മാത്രമേ കണ്ടിട്ടുള്ളൂ. ഇനി എൻ്റെ കൂടെയുള്ള നമ്മുടെ ശിഷ്യഗണങ്ങളൊക്കെ നിങ്ങളോട് എല്ലാവരും സംസാരിക്കും. അവരുടെയൊക്കെ ഭാവനാ സൃഷ്ടിയെ അതിന്റെ അത്യുന്നത തലങ്ങളിലേക്ക് ഉയർത്തിക്കൊണ്ടുപോകാനായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഇവിടെ ഉണ്ടാകും. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത്തരം സാധ്യതകളുണ്ട്. കോച്ച് പ്രോഗ്രാമിൽ അവർ 2 മാസം മാത്രമേ പ്രാക്ടീസ് ചെയ്തിട്ടുള്ളൂ എൻ്റെ അടുത്ത്. അതിനുശേഷമാണ് ഇപ്പൊ അവരെ ഫ്ലോറിൽ ഇറക്കിയിട്ടുള്ളത്. ഇനി അതിന്റെ ഇടയിൽ ഫ്ലോർ ഇറക്കിക്കൊണ്ടുള്ള പ്രാക്ടീസുകളാണ്. അപ്പൊ എന്നെ പോലെ തന്നെ ക്ലാസ് എടുക്കാൻ ഇവരെല്ലാവരും ഇനി വരും. പ്രസംഗിക്കാനും ക്ലാസ് എടുക്കാനും ഒക്കെ വരും. അപ്പൊ അടുത്ത് നിങ്ങൾ കണ്ടിരുന്നല്ലോ, കഴിഞ്ഞ തൃശ്ശൂർ പ്രോഗ്രാമിൽ ആശാലക്ഷ്മി അവിടെ നിങ്ങൾ കണ്ടിരുന്നു. അതുപോലെ തന്നെ രാധിക ഒക്കെ. ഇങ്ങനെ ഓരോ ആൾക്കാരും വരും. ആൾക്കാരുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല, എല്ലാവരും ഉണ്ടാവും. അപ്പൊ അവർക്കെല്ലാം സപ്പോർട്ട് നൽകണം. ഇപ്പൊ അജ്മി സംസാരിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ഒരു കൊടുക്കാമെന്ന ഏറ്റവും ഈസിയസ്റ്റ് ആയ സാധനം കയ്യിലുണ്ടല്ലോ, അതൊന്ന് കൊടുത്ത് എല്ലാവരും അജ്മിക്ക് പ്രോത്സാഹനമായിട്ട് കൊടുത്തോളൂ. പോരട്ടെ?
യെസ്, പറഞ്ഞു. ശ്രദ്ധ ഇതായിട്ട് തന്നെ വരട്ടെ. യെസ് 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 യെസ്. നല്ല അവർക്ക് നാളെ വീണ്ടും വീണ്ടും നമുക്ക് ശുഭാപ്തി വിശ്വാസവും ശുഭചിന്തകളും പകർന്നു നൽകാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ നമ്മുടെ നമ്മുടെ ചിന്തകളെ ഉദ്ദീപിപ്പിക്കുന്ന തരത്തിലുള്ള വാക്കുകളുടെ, അതാണ് നമ്മൾ സ്ഥിരമായി പറയാറുണ്ടല്ലേ, നമുക്ക് ഏത് വാക്കുകൾ കേൾക്കുമ്പോഴും അതിലൊന്ന് പരതി നോക്കണം, ഇത് എവിടെയെങ്കിലും എനിക്ക് എന്നെ ഉദ്ദീപിപ്പിക്കുന്നുണ്ടോ എന്ന്. അങ്ങനെ ചിന്തകളുടെ ഉദ്ദീപനത്തിലൂടെ മാത്രമാണ് നമ്മുടെ ജീവിതത്തെ മാറ്റപ്പെടുത്താൻ സാധിക്കുന്നത് എന്ന് ശരിക്കും തിരിച്ചറിയുക. അതിലൂടെയാണ് ജീവിതത്തെ മാറ്റപ്പെടുത്താൻ സാധിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. അപ്പൊ നിങ്ങൾ എല്ലാവരും, എന്റെ മുമ്പിൽ ഇരിക്കുന്ന എല്ലാവരും, എന്നെ കേൾക്കുന്ന എല്ലാവരും ജീവിതത്തിൽ മാറ്റം ഉണ്ടാക്കാൻ വേണ്ടിയിരിക്കുന്നവരാണ് അല്ലെ. നിലവിലെ ജീവിതത്തിൽ നിന്നും അടുത്ത തലത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന എല്ലാവരുമാണ് എന്റെ മുമ്പിൽ ഇരിക്കുന്നതും കേട്ടുകൊണ്ടിരിക്കുന്നതുമായ ആൾക്കാർ. അപ്പോൾ അങ്ങനെ ആവട്ടെ ഇനിയുള്ള ദിവസങ്ങളിൽ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു വെരി മച്ച് എവരി വൺ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. ഏറെ സന്തോഷത്തോടെ റെഡിയാണല്ലോ എല്ലാവരും അല്ലെ? നേരെ ക്ലാസ്സിലേക്ക് പോവാണ്. കൂടുതൽ കാര്യങ്ങളില്ല. എല്ലാവരും റെഡിയാണോ? ടൈപ്പ് ചെയ്ത് എടുത്തോളൂ. ക്യാപ്സൂൾ എടുത്തോളൂ. ടക്കെ പോരട്ടെ. ഇത് കഴിഞ്ഞിട്ട് എനിക്ക് ഹിപ്നോസിസ് ലോ ഓഫ് അട്രാക്ഷന്റെ ക്ലാസ് ഉണ്ട്. അവർക്ക് കുറച്ച് കാര്യങ്ങൾ പഠിപ്പിക്കാനുണ്ട്. അതുപോലെ തന്നെ നമ്മളിപ്പോ എല്ലാ ദിവസവും ലോ ഓഫ് അട്രാക്ഷന്റെ ക്ലാസ് എവറിഡേ ലൈവ് സെഷൻ ഉണ്ടാവും. ജേർണി ടു ഹാപ്പിനെസിന്റെ ക്ലാസ് എവറിഡേ ലൈവ് സെഷൻ ഉണ്ടാവും. ഈ ക്ലാസ്സും എവറിഡേ ഉണ്ടാവും. അതുപോലെ തന്നെ ഹിപ്നോസിസ് ലോ ഓഫ് അട്രാക്ഷൻ, മറ്റ് ക്ലാസ്സുകളെല്ലാം ഇനി എല്ലാ ദിവസവും വൈകുന്നേരം നിങ്ങൾ ഭക്ഷണം ഒന്നും കഴിക്കണ്ട, ഇവിടെ വന്ന് ഇരുന്നാൽ മതി. ഇവിടെ ഇരുന്നാൽ എല്ലാം കിട്ടും. ഭക്ഷണം കഴിക്കാതിരുന്നാൽ, ഞാനിപ്പോ വൈകുന്നേരത്തെ ഭക്ഷണം സ്കിപ്പ് ചെയ്തു. 6 മണിക്ക് മുമ്പേ കഴിക്കാമെന്ന് തീരുമാനിച്ചപ്പോൾ ഞാൻ 3 കിലോ വെയിറ്റ് ഇപ്പൊ തന്നെ കുറഞ്ഞു. ഇനിയിപ്പോ എത്ര കുറയും? അതുകൊണ്ട് വൈകിട്ട് ആരും ഭക്ഷണം കഴിക്കണ്ട, എവിടെ ഇരുന്നാൽ മതി കേട്ടോ. ശരി, സന്തോഷത്തോട്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. എല്ലാവരും ആയില്ലല്ലോ? റെഡി ആയിരുന്നു? ആൾ കുറവാണല്ലോ. എന്തായാലും തിങ്കളാഴ്ച ആയതുകൊണ്ടാണോ? ലീവൊക്കെ കഴിഞ്ഞ് ഹാങ് ഓവർ ഉണ്ടാവും അല്ലെ? യെസ്, റെഡി ആവട്ടെ. ക്യാപ്സൂൾ കഴിച്ചാലേ ഒരു എനർജി ഉണ്ട് കേട്ടോ. രാവിലെ മെഡിറ്റേഷനിൽ പറഞ്ഞ പോലെ നമുക്ക് ആ ഒരു ഇത് കിട്ടണം, എനർജി കിട്ടണമെങ്കിൽ നല്ല. യെസ്, ഓക്കെ. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കുന്ന ആർക്കെങ്കിലും എന്തെങ്കിലും അനുഭവം പറയാനുണ്ട്? ഓക്കെ. ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് വീണ്ടും ഓർമ്മിപ്പിക്കുന്നു, വെള്ളിയാഴ്ച, ശനിയാഴ്ച, ഞായറാഴ്ച. എന്താണ് പ്രത്യേകത എന്നറിയാലോ? എനിക്കത് കൺഫ്യൂഷൻ ആയിപ്പോയി. കാരണം വെച്ചാല് എല്ലാവരും ഇവിടെ വന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം എന്തായിരുന്നു അറിയോ? ഇതിനെ പറ്റിയിട്ട്, ഇതിനു വേണ്ടിയിട്ടുള്ള എന്താണ് ഇത്? ഞാൻ ഇന്നലെയും പറഞ്ഞ ക്ലാസ്, ഇന്നും അതിന് തന്നെ കണ്ടിന്യൂഷൻ പറയുകയാണ്. ഇന്നലെ പറഞ്ഞ ക്ലാസ്സിന്റെ കണ്ടിന്യൂഷൻ. നമ്മൾ യഥാർത്ഥത്തിൽ നമ്മുടെ വിഷയം ഇന്നലെ പറഞ്ഞു ഞാൻ. സമ്പത്ത്, ആരോഗ്യം, ബന്ധങ്ങൾ, വിനോദം, സ്പിരിച്വാലിറ്റി. ഈ 5 കാര്യങ്ങളെയാണ് ഞാൻ എന്നും പറയാറുള്ളത്. ഓരോ മനുഷ്യനും അവനവന്റെ ജീവിതത്തിന്റെ ശില്പിയും നിർമ്മാതാവുമാണ് എന്ന് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും, ഓരോ മനുഷ്യനും അവനവന്റെ ജീവിതത്തിന്റെ ശില്പിയും നിർമ്മാതാവുമാണ് എന്ന് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും എന്തുകൊണ്ടാണ് നമുക്ക് നമ്മുടെ ജീവിതത്തെ നമുക്ക് വേണ്ടുന്ന രീതിയിലേക്ക് മാറ്റാൻ പറ്റാത്തത് എന്ന ചോദ്യത്തിന് ആർക്കെങ്കിലും ലളിതമായ ഒരു ഉത്തരം പറയാൻ പറ്റുമോ? എന്തുകൊണ്ടാണ് എന്റെ ജീവിതത്തെ ഞാൻ ഉദ്ദേശിക്കുന്ന രീതിയിൽ മാറ്റാൻ പറ്റാത്തത് എന്ന ചോദ്യം ശരിയാണോ? ആണെങ്കിൽ ആർക്കെങ്കിലും ഉത്തരവുണ്ടോ അതിനകത്ത്? ആർക്കും ഒരു മറുപടി പറയാൻ പറ്റില്ല അല്ലെ? ചോദ്യം കുറച്ച് കഷ്ടമായില്ലല്ലോ. എന്നാൽ എളുപ്പം പറയാം. എന്തുകൊണ്ട് എന്നത് മാറ്റിയിട്ട് എന്തുകൊണ്ട് ഞാൻ നല്ലൊരു ഞാനായി മാറുന്നില്ല? അല്ലെ, അതല്ലേ യഥാർത്ഥത്തിൽ വേണ്ടത്. നല്ലൊരാളായി മാറാനല്ലേ ഞാൻ ശ്രമിക്കുന്നത്. ഞാൻ എന്തുകൊണ്ട് നല്ലൊരു ഞാനായി മാറുന്നില്ല? തിങ്കിങ് എന്ന് പറയുന്നതിന് അപ്പുറത്തേക്ക് അവിടെ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഇങ്ങനെയാണ് ചിന്തിക്കുക കേട്ടോ, എനിക്ക് കുറച്ചുകൂടി നന്നാവണം എന്ന് നമ്മൾ ചിന്തിക്കാറുണ്ട് അല്ലെ? ഇത് സാധാരണ രീതിയിൽ എല്ലാവർക്കും ചിന്തിക്കണം. ഇത് ശരി, ഞാൻ ഇപ്പൊ ജീവിക്കുന്നത് ശരിയല്ലതയോ, ഇതൊന്നും ശരിയല്ല, കുറച്ചും കൂടി എനിക്ക് മാറണം, എനിക്ക് നന്നാവണം എന്ന് ചിന്തിക്കുന്ന ആൾക്കാർ
എന്തുകൊണ്ട് ആവുന്നില്ല? അല്ല, എനർജി കുറവൊന്നും അല്ല അതിന്റെ പ്രധാനം. ശീലങ്ങൾ മാറ്റിയെടുക്കാൻ സമയമെടുക്കും, അതുമല്ല അതിന്റെ പ്രധാനം. യെസ്, പ്രധാന വിഷയം എന്ന് പറയുന്നത് എനിക്ക് മാറണം എന്ന് എല്ലാവർക്കും അറിയാം. എനിക്ക് മാറ്റം ഉണ്ടാവണമെന്ന് എല്ലാവരും പറയണം. ഞാൻ ഇങ്ങനെ ജീവിച്ചാൽ പറ്റില്ല എന്ന് നമുക്കറിയുന്നു. എനിക്ക് എന്തോ ആവണമെന്ന് അറിയാം. പക്ഷെ എന്തുകൊണ്ടാവില്ല, ആവാൻ പറ്റുന്നില്ല? അല്ല, മൈൻഡ് സെറ്റ് ചേഞ്ച് അല്ല. ഞാൻ എളുപ്പത്തിൽ പറഞ്ഞുതരാം. ഞാൻ പറയാൻ പോകുന്ന വിഷയം ഒന്ന് ശ്രദ്ധിക്കുക. ഇത് ജസ്റ്റ് ഒരു ക്യാപ്സൂള്. അതാണ് വിഷയം. മാറാൻ ശ്രമിക്കുന്നെങ്കിലും നടക്കുന്നില്ല. പക്ഷെ അതല്ല യഥാർത്ഥ വിഷയം എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. യഥാർത്ഥ വിഷയം എന്ന് പറയുന്നത് എനിക്ക് മാറ്റം ഉണ്ടാവണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, എനിക്ക് മാറണമെന്ന് ഞാൻ തീരുമാനിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ആയാൽ പോരാ എന്ന് ഞാൻ തീരുമാനിക്കുന്നു. പക്ഷേ എങ്ങോട്ട് മാറണമെന്നും ഞാൻ എങ്ങനെയായി തീരണമെന്നും, അല്ലെങ്കിൽ എനിക്ക് മാറണം എന്നതിന് പകരം ഞാൻ എങ്ങനെ ആയിരിക്കണമെന്നും തീരുമാനിക്കുന്നില്ല. മനസ്സിലായോ? എനിക്ക് മാറണമെന്ന് എനിക്കറിയാം, എനിക്ക് മാറ്റം ഉണ്ടാവണമെന്നും എനിക്കറിയാം, എനിക്ക് മാറാൻ പറ്റുമെന്ന് ഞാൻ തീരുമാനിക്കുന്നു. പക്ഷെ എങ്ങോട്ട്, എന്തായി തീരണം എന്ന നിർവചനം ഇല്ലാത്തതാണ് മുഴുവൻ കാര്യങ്ങൾക്കും വിഷയം. വ്യക്തതയില്ലേ? സൗണ്ട് ഇല്ലേ? ക്ലിയർ ആണല്ലോ? ഇവിടെ ക്ലിയർ ആണല്ലോ? വ്യക്തത. ഇതാണ് യഥാർത്ഥ വിഷയം. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? എങ്ങോട്ടും എന്തായി തീരണം എന്നതാണ് പ്രധാനം. എത്ര പേർക്ക് അത് ഇവിടെ ഉണ്ട്? എന്റെ മുമ്പിൽ ഇരിക്കുന്ന എത്ര പേർക്കറിയാം നാളെ ഞാൻ എന്തായിരിക്കണം? ഒന്ന് പറയാവോ? നിങ്ങൾ ഇത്രയും കാലം അന്വേഷിച്ച് പറഞ്ഞത് എനിക്ക് മാറ്റം ഉണ്ടാവുന്നില്ല, ഞാൻ വിചാരിച്ചു സാറേ എനിക്ക് പറ്റണമെന്നുണ്ട്, അങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ട് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. എന്താണ് ആവേണ്ടത് നിങ്ങൾക്ക്? ലക്ഷ്യമെന്നല്ല, നിങ്ങൾ ആരായിരിക്കണം? ഞാൻ ഇപ്പോൾ ഉള്ള ഞാൻ ശരിയല്ല എന്ന് എനിക്ക് മനസ്സിലായി. മറ്റുള്ളവരൊക്കെ എന്നെ പറയുന്നതുകൊണ്ട് എനിക്ക് മനസ്സിലായി ഞാൻ ഇതല്ല, ഞാൻ ശരിയല്ല. എന്താണ് ഞാൻ എന്താവണം? ഇവിടെയാണ് പ്രധാനമായ വിഷയം. സൗണ്ട് കുറവ് ഇവിടുത്തെ വിഷയമല്ല കേട്ടോ. സൗണ്ട് ഇപ്പൊ ശരിയാണ്, നോക്കിയൊന്ന്. ഇപ്പൊ ശരിയാണ്, ശബ്ദം വേറെ ഒച്ചപ്പാടില്ലല്ലോ. അതെ, പുതിയൊരാളായിരിക്കണം എന്നറിയാം. ആ പുതിയൊരാൾ ആരാണ്? എന്താണ് ആ പുതിയൊരാളുടെ ക്വാളിറ്റി? ആ പുതിയൊരാളുടെ പ്രത്യേകത എന്താണ്? അയാളുടെ ചിന്തകൾ എങ്ങനെയായിരിക്കണം? അയാളുടെ വ്യക്തിത്വം എങ്ങനെയായിരിക്കണം? അയാൾ മറ്റുള്ളവരോട് സംസാരിക്കുന്നത് എങ്ങനെയായിരിക്കണം? അയാൾ എന്തൊക്കെ ജോലികൾ ചെയ്യണം? എത്ര കാശ് അയാൾ ഉണ്ടാക്കണം? ഏത് രീതിയിലായിരിക്കും അയാൾ ജീവിക്കുന്നത്? ഞാൻ ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഇട്ടിരിക്കുന്ന ഈ ഡ്രസ്സ്, ഈ ഷർട്ടുകൾ, ഈ ഷർട്ട് എനിക്കാരോ ഫ്രീ തന്ന കേട്ടോ, അത് ഈ ഷർട്ടല്ല, ഈ കോട്ടടക്കം ഞാൻ എന്തായി തീരണം എന്ന് തീരുമാനിച്ചതിന്റെ പുറത്തിട്ടിരിക്കുകയാണ് ഞാൻ. അതാണ് പറഞ്ഞത്, ഞാൻ ആഗ്രഹിക്കുന്ന ആളായി മാറണം. ആരാണ് ഞാൻ ആഗ്രഹിക്കുന്ന ഇയാൾ? ഞാൻ ആഗ്രഹിക്കുന്ന അപ്പോ അതിനാണ് പറഞ്ഞത് മോഡലിംഗ്. അതായത് ആരായിരിക്കണം ഞാൻ, ഏത് രീതിയിലേക്കണം, ഇത് തീരുമാനിക്കാത്തതാണ് നമ്മുടെ എല്ലാവരുടെയും പരാജയത്തിന്റെ 99% കിടക്കുന്നത്. അത് നമ്മളുടെ വ്യക്തിത്വത്തിലായാലും, നമ്മുടെ കാശിന്റെ കാര്യത്തിലായാലും, നമ്മുടെ മറ്റു ഏത് കാര്യത്തിലായാലും ഇത് തന്നെയാണ് പ്രധാനമായ കാര്യം. അപ്പോൾ ഇന്ന് പറയാൻ പോകുന്ന പോയിന്റ്, ഞാൻ വ്യക്തിത്വത്തിനെ പറ്റിയിട്ട് പരാമർശിച്ചു എന്നേ ഉള്ളൂ. സമ്പന്നനാകാനായിട്ട് നമ്മൾ ഈ ഭൂതത്തെയാണ് അറിയേണ്ടത്. ഏതാണ്? നമ്മൾ ആരായി തീരണമെന്ന് തീരുമാനിക്കാത്തൊരു ഭൂതാവസ്ഥയുണ്ടല്ലോ, ആ ലക്ഷ്യമില്ലായ്മ എന്ന് പറയുന്ന അവസ്ഥയുണ്ടല്ലോ, അതിനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരാൾക്ക് പണക്കാരനാവണം, അല്ലെ? വീണ്ടും ഞാൻ പണത്തിനെ പറ്റി തന്നെ പറഞ്ഞു വരാം. ഒരാൾക്ക് പണക്കാരനാവണം,
എന്ന് ആഗ്രഹമുള്ളവർ എത്ര പേരുണ്ട് ഇവിടെ? എനിക്ക് പണക്കാരനായിരിക്കാവണമെന്ന് ആഗ്രഹമുള്ള എത്ര പേരുണ്ട് ഇവിടെ? ഒന്ന് ടൈപ്പ് ചെയ്ത്, നിങ്ങൾ ടൈപ്പ് ചെയ്ത്. പണക്കാരനാവണമെന്ന് ആഗ്രഹമുള്ള ആൾക്കാർ. ഒരാളെ എങ്കിലും ഈ 151 ഒരാൾ ഇല്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ ഞാൻ ഇവിടുന്ന് രാജിവെക്കും. ഓക്കെ, ശരി, വളരെ കറക്റ്റാണ്. അപ്പോ എല്ലാവർക്കും ആവണം. രണ്ടാമത്തെ ചോദ്യം, എത്ര പണം കിട്ടിയാലാണ് നിങ്ങൾ പണക്കാരനാവുന്നത്? ഉത്തരം പറഞ്ഞു. എത്ര പണം നിങ്ങളിൽ കിട്ടിയാൽ നിങ്ങൾ പണക്കാരനാവും? ആലോചിക്കാൻ സമയമുണ്ടല്ലേ? അതെ, ആവശ്യത്തിന്. അത് എന്താണ് ആവശ്യം? വെള്ളം കുടിക്കുന്നത് ആവശ്യം, ഭക്ഷണം കഴിക്കുന്നതാണ് ആവശ്യം. ഇതാണ് ബാബു പ്രധാന പ്രശ്നം. ആവശ്യത്തിന്. എന്താണ് ഈ ആവശ്യം? ആരാണ് ഈ ആവശ്യം തീരുമാനിക്കുന്നത്? 10 ലക്ഷമോ 4 കോടിയോ 3 കോടിയോ? ആവശ്യത്തിലധികം. അപ്പൊ എന്താണ് ഈ ആവശ്യത്തിലധികത്തിന്റെ അളവ്? എന്താണ്? നിങ്ങൾ റേഷൻ ഷോപ്പിൽ പോയിട്ട് ആവശ്യത്തിന് പഞ്ചസാര തരൂ എന്ന് പറഞ്ഞാൽ തരാൻ പറ്റുമോ? സ്ഥിര നിക്ഷേപം എത്രയാണ് സ്ഥിര നിക്ഷേപം? കൃത്യമായ കണക്കില്ല. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ഇത് ലഭിക്കും? കൃത്യമായ കണക്കില്ലെങ്കിൽ യൂണിവേഴ്സിന് എങ്ങനെയാണ് അറിയുന്നത് ഇത്ര കാശ് കിട്ടിയാലാണ് നിങ്ങളുടെ മനസ്സിന് തൃപ്തി വരിക എന്ന്? യൂണിവേഴ്സിന് എങ്ങനെയാണ് അറിയുക? മനസ്സിന് തൃപ്തി ഉണ്ടാവണമെങ്കിൽ നിങ്ങളുടെ മനസ്സിന് എത്ര കിട്ടിയാൽ തൃപ്തി വരും? എത്രയെങ്കിലും എമൗണ്ട് കിട്ടിയാൽ നിങ്ങളുടെ മനസ്സിന് തൃപ്തി വരുമോ? 5 കിട്ടിയാൽ 10 മതി എന്നും 10 കിട്ടിയാൽ 100 മതി എന്നും പണ്ടേ പാടി വെച്ചിട്ടുണ്ട്. 100 കിട്ടിയാൽ 1000 മതി എന്നും, അല്ലേ? പിന്നെ അങ്ങോട്ട് പോവും. അപ്പൊ മനസ്സിന് തൃപ്തി എന്ന് പറയുന്നത് നിർവചിക്കാനേ പറ്റില്ല. 10 കോടി കിട്ടിയാൽ നിങ്ങൾ തൊട്ടടുത്ത നിമിഷം പറയും 10 കോടിയല്ല, നിങ്ങൾ 10 കോടി കിട്ടി എന്ന് പറയുന്നുണ്ടല്ലോ. 1680 കോടി രൂപ അസറ്റ് ഉള്ള ഒരാൾ നമ്മുടെ ക്ലാസ്സിലുണ്ട്. 1680 കോടി രൂപ അസറ്റ് ഉണ്ടായിട്ട് നമ്മുടെ ക്ലാസ്സിലുണ്ട്. ഇല്ല. എന്താ കാര്യം അറിയോ? എന്തിനാന്നറിയോ ക്ലാസ്സിൽ? സാറേ, കാശ് ഉണ്ടാക്കാനുള്ള വഴി പറഞ്ഞു, രക്ഷയില്ല കേട്ടോ, തികയുന്നില്ല കേട്ടോ എന്ന് പറയുന്നു. ഉണ്ട് ഇവിടെ. 230 ഏക്കർ സ്ഥലമുള്ള ആൾ നമ്മുടെ ക്ലാസ്സിലുണ്ട്. വരുമാനമുള്ള സ്ഥലം ഉള്ള ആൾ നമ്മുടെ ഉണ്ട്. കാശ് കിട്ടുന്നില്ല സാറേ ആവശ്യത്തിന്. എന്തുകൊണ്ടാണെന്നറിയോ? ഇതെല്ലാവരുടെയും വിഷയം ഒന്ന് തന്നെയാണ്. 1 കോടി കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത് പറയും തികയുന്നില്ല സാറേ, ചെലവ് നിർത്താൻ പറ്റുന്നില്ല. ഈ ഭൂതത്തെ മനസ്സിലാക്കിയാൽ മാത്രമേ ഒരാൾക്ക് സമ്പന്നനാവാൻ പറ്റുകയുള്ളൂ. ആ ഭൂതം എന്താണ്? നമ്മളുടെ മാനസികാവസ്ഥ. സമ്പന്നനാവണമെങ്കിൽ സമ്പന്നന്റെ മാനസികാവസ്ഥയിൽ എത്തണം. തൃപ്തി എന്ന് പറയുന്നാലേ സമ്പന്നനാവണമെങ്കിൽ സമ്പന്നനാണെന്ന് ഞാൻ സ്വയം തീരുമാനിക്കണം. അത് 10 കോടി കിട്ടിയാലോ 5 കോടി കിട്ടിയാലോ 50,000 കിട്ടിയാലോ സമ്പന്നനാണെന്ന് ഞാൻ സ്വയം തീരുമാനിക്കുന്നിടത്താണ് എൻ്റെ സമ്പത്ത് തുടങ്ങുന്നത്. ഇത് ഇന്നലെ പറഞ്ഞത് തന്നെയാണ്. അതുണ്ടാവണമെങ്കിൽ ചിന്തകളിൽ നിന്നുള്ള എനർജിയിലൂടെ ഇമോഷനായ വൈബ്രേഷൻ സൃഷ്ടിക്കപ്പെടണം. അപ്പോൾ ഇങ്ങനെയുള്ള സാധനം ഡ്രസ് മേടിച്ചിട്ടാൽ തോന്നും നമ്മൾ കൊള്ളാം എന്ന്, സമ്പന്നനെന്ന്. പേഴ്സ് എടുക്കുമ്പോൾ പേഴ്സിനകത്ത് എന്തുണ്ട് എന്ന് നോക്കാതെ ഈ പേഴ്സ് പിടിക്കുമ്പോൾ മനസ്സിലാവണം എൻ്റെ കയ്യിൽ ആവശ്യത്തിനുണ്ട്. ഇത് മനസ്സാണ്. ഒരു ക്രെഡിറ്റ് കാർഡ് അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡ് കയ്യിൽ പിടിക്കുമ്പോൾ കാശുണ്ട് എന്ന് തീരുമാനിക്കുന്ന പോലെ തന്നെയാണ് നമ്മുടെ മനസ്സിലെ ഈ ഭൂതത്തെ ഒന്ന് തിരിച്ചറിയാൻ. ഇതിനെ തിരിച്ചറിയാൻ
നമുക്ക് പലപ്പോഴും നമ്മുടെ മൈൻഡ് കണക്ട് ആവാത്തത് കൊണ്ടാണ് ഞാൻ സാമ്പത്തിക ധ്യാനം എന്ന് പറയുന്ന 3 ദിവസത്തെ പ്രോഗ്രാം ഇപ്പോൾ അനൗൺസ് ചെയ്തത്. കാരണം ധ്യാനത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് നമ്മളെ മാറ്റിയെടുക്കാൻ വളരെ എളുപ്പമാണ്. ഇത് അംഗീകരിച്ചെടുക്കണമെങ്കിൽ ഞാൻ വളരെ 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 സമയമെടുത്ത് പറഞ്ഞിരുന്ന കാര്യങ്ങളാണ്. ഇത് അംഗീകരിച്ചെടുക്കാൻ നിങ്ങൾക്ക് പ്രയാസമുള്ളത് കൊണ്ട് ധ്യാനത്തിലൂടെ കടന്നു പോകുമ്പോൾ എന്തുകൊണ്ടാണ് 2020 മെഡിറ്റേഷനിലേക്ക് എത്ര റിസൾട്ട് കിട്ടിയത്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലേ, ഓൾമോസ്റ്റ് ആൾക്കാർക്കും 2020 മെഡിറ്റേഷൻ റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. ഓപ്പനോ ജോബ് മെഡിറ്റേഷൻ ചെയ്ത് അന്ന് രാത്രി ജോലി കിട്ടിയ ആൾക്കാർ എത്ര പേരുണ്ട് നമ്മളിൽ? 3-4 ആൾക്കാർ പറഞ്ഞു തരുന്നുണ്ടല്ലേ. പിറ്റേ ദിവസം രാവിലേക്ക് ഓഫർ ലെറ്റർ വന്നില്ല. മെഡിറ്റേഷൻ കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴേക്കും ഓഫർ ലെറ്റർ മെയിൽ വന്ന ആൾക്കാരൊക്കെ ഇപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. പിറ്റേ ദിവസത്തേക്ക് ഓഫർ ലെറ്റർ വന്ന ആൾക്കാരുണ്ട്. എന്തുകൊണ്ടാണ് മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ ഇങ്ങനെ റിസൾട്ട് നമുക്ക് കിട്ടുന്നത്? നിങ്ങളിതിനു മുമ്പ് നമ്മൾ സാമ്പത്തിക ധ്യാനം ഇഷ്ടംപോലെ ചെയ്തിട്ടുണ്ട്. സാമ്പത്തിക ധ്യാനത്തിൽ വന്നു കഴിയുമ്പോൾ നമുക്ക് ആവശ്യമുള്ള തുക വരുന്നത് കാണാൻ പറ്റും. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു, ഇനി വരാനിരിക്കുന്നത് കഴിഞ്ഞിട്ടാണ്, കുറച്ചും കൂടി സമയം എടുത്ത് ഞാൻ കല്ല് ഓർഡർ ചെയ്തിരുന്ന കല്ല് നാളെ എത്തും. നാളെ അത് കഴിഞ്ഞിട്ട് ശേഷം മാത്രമേ ഞാൻ അത് പോവുകയുള്ളൂ. കല്ല് എത്തുന്നു. സ്റ്റോൺ മെഡിറ്റേഷൻ വരാൻ പോകുന്ന സാധനം നിങ്ങൾ കണ്ടോ? നിങ്ങൾ വീട്ടിൽ അവസ്ഥ മാറുന്ന കാര്യം കണ്ടോ? സ്റ്റോൺ മേടിച്ച് നിങ്ങൾ വീട്ടിൽ വെച്ചാൽ നിങ്ങളുടെ വീട്ടിലെ അവസ്ഥ മൊത്തത്തിൽ മാറും. അത്രയും പവർഫുൾ ആയിട്ടുള്ള സ്റ്റോൺ വരുന്നുണ്ട്. ആരും ഞാൻ പബ്ലിക്കിൽ കൊടുക്കുന്നില്ല, നമുക്ക് മാത്രമേ ഉള്ളൂ. കുറച്ച് പേർക്ക് മാത്രം, ലിമിറ്റഡ് ആൾക്കാർക്ക് മാത്രമേ തരുള്ളൂ. അത് നക്ഷത്രങ്ങളൊക്കെ നോക്കിയിട്ടാണ് തരിക, അത് വേറെ കാര്യം. ഓക്കെ, ഇപ്പോ കൂടുതൽ അതിന്റെ വിശദാംശങ്ങൾ തുടർ ക്ലാസ്സുകളിൽ പറയാം. അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഞാൻ ഇതുപോലുള്ള ടെക്നിക്കൽ ഞാൻ ആ ജീവിത വിജയത്തിന്റെ രഹസ്യം എന്ന് പറയുന്ന ക്ലാസ്സിൽ പഠിപ്പിക്കാൻ പോകുന്നു. ടെക്നിക്ക് അടക്കം വീട്ടിൽ നിങ്ങൾ പരിപാലിക്കേണ്ട ചില ചിട്ടവട്ടങ്ങളും വീട്ടിൽ ചെയ്തു വെക്കേണ്ട ചില കാര്യങ്ങളുമൊക്കെ അതിൽ പറയുന്നുണ്ട്. കാരണം അതിൽ പറഞ്ഞേ പറ്റുള്ളൂ. പലർക്കും സമ്പത്ത് വീട്ടിൽ വന്നു പോകുന്ന സരസ്വതി ദേവി അല്ലെങ്കിൽ ദേവത ധനലക്ഷ്മി വന്നിട്ട് അതേപോലെ മറ്റേ വഴി ഇറങ്ങിപ്പോകുന്നത് വീട്ടിൽ ഒരാള് സ്ഥിരമായി താമസമുള്ളത് കൊണ്ടാണ്. ആളെ പേരറിയാമോ? ധനലക്ഷ്മി മുൻവാതിലൂടെ വരും, അടുക്കള വാതിലൂടെ ഇറങ്ങിപ്പോകും. പറഞ്ഞു മനസ്സിലായാലും ബാക്കി എന്താന്നുള്ളത്? മുൻവാതിലൂടെ ധനലക്ഷ്മി വന്ന് അടുക്കള വാതിലിൽ ഇറങ്ങിപ്പോകുന്നുണ്ടെങ്കിൽ എന്താണ് ആ വീട്ടിലെ അവസ്ഥ എന്ന് ഞാൻ പറയാതെ നിങ്ങൾക്കറിയാം. എന്തുകൊണ്ടാണ് ധനലക്ഷ്മി മുൻവാതിലൂടെ വന്നിട്ട് വീട്ടിലകത്ത് നിന്നപ്പോൾ ആരെയോ ഒരാളുമായി യോജിക്കാൻ പറ്റാതെയാണ് അടുക്കള വഴി ഇറങ്ങിപ്പോകുന്നത്? ആ ദേവിയുടെ പേര് നിങ്ങൾക്ക് അറിയാമല്ലോ. അത് ഏറ്റവും യോജിച്ച ആ ആളെ എവിടെ കാണാൻ പറ്റും നമുക്ക്? ബാക്കി ഞാൻ പറയുന്നത് കേട്ടോ, ബാക്കി ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. ആളെ എന്നിട്ട് പൊങ്കാലയിടാൻ വരരുത്. അപ്പോൾ ഇത് യെസ്, ആ മൂദേവി കുടികൊള്ളുന്നത് നമ്മൾ തന്നെയാണ്. ആ മൂദേവിയെ മാറ്റാൻ വീട്ടിൽ പുറത്തിങ്ങനെ നടക്കല്ല സാധനം. ഇവിടെ ഇരിപ്പുണ്ട് ഈ സാധനം. എന്താ അറിയോ? അയ്യോ തികഞ്ഞില്ല, പറ്റിയില്ല, വന്നില്ല, കിട്ടിയില്ല, പോയില്ല, വന്നില്ല. നെഗറ്റിവിറ്റി നമ്മളിൽ ഉറങ്ങിക്കിടക്കുന്ന നെഗറ്റിവിറ്റി ആകുന്ന ഭൂതത്തെ ഇറക്കിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് സമ്പന്നനായി മാറാൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ ഇമോഷൻസിനെ മാറ്റിയാൽ മാത്രമേ നമുക്ക് ശരിയായ വൈബ്രേഷനുകൾ ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ ഇപ്പോഴത്തെ ഇമോഷൻ എന്താണ്? ഇല്ല, അല്ല, വന്നില്ല, പോയില്ല, കിട്ടിയില്ല, തന്നില്ല, അവരെങ്ങനെ, ഇവരിങ്ങനെ. ഇതാണ് നമ്മുടെ ഇമോഷൻ. കാശ് കൊടുക്കാനുള്ളവനെ കാണുമ്പോൾ വിറക്കുന്ന ഇമോഷൻ, പേടി, ഫിയർ ആണല്ലോ. 10 മാലിന്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് പേടി. അത് കഴിഞ്ഞ് അടുത്തത് എന്താണ് ചെയ്യുന്നതിനകത്ത്? അവനെ കാണുമ്പോൾ അടുത്തത് പൈസ തിരിച്ചു കൊടുത്തില്ലല്ലോ എന്നുള്ള പശ്ചാത്താപവും കുറ്റബോധവും. അടുത്ത മാലിന്യം അല്ലെ? 10 മാലിന്യങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാലോ. മനസ്സൊരു വിസ്മയത്തിൽ പറയേണ്ട 10 മാലിന്യങ്ങൾ. നമുക്ക് പൈസ കൊടുക്കാനുള്ളവനെ കാണുമ്പോൾ ആദ്യം അവനോട് പേടി തോന്നി, പിന്നെ കുറ്റബോധം തോന്നി, പശ്ചാത്താപം തോന്നി, പിന്നെ സംഭവിക്കും അപകർഷതാബോധം. ഞാൻ ഇങ്ങനെ ആയിപ്പോയല്ലോ ദൈവമേ.
അപകർഷതാബോധം. ഇപ്പൊ എത്ര എണ്ണമായി? 5 എണ്ണമായി. പോരെ? എനർജി ഡൗൺ ആവാൻ പോരെ? ഇമോഷൻ ഡൗൺ ആവാൻ പോരെ? എനർജിയും ഇല്ല, ഇമോഷനും ഇല്ല. ഇമോഷനും പോയി, എനർജിയും പോയി. അപ്പോൾ എന്തായിരിക്കും സംഭവിക്കുന്നത്? അല്ലേ? കാര്യം പോയി. എത്ര ശ്രമിച്ചാൽ ആന വലിച്ചാൽ കൊണ്ടുവരാൻ പറ്റി തിരിച്ചു വരുമോ? നമ്മൾ എന്നിട്ട് ആനയെ കൊണ്ടുവന്നിട്ട് 10 ആനയും വിളിച്ചു കൊണ്ടുവന്നിട്ട് വലിയടാ വലി. എന്താണ്? രാവിലെ മെഡിറ്റേറ്റ് ചെയ്യുന്നു, അതിനുശേഷം ജേർണി ടു ഹാപ്പിനെസ് പഠിക്കുന്നു, അതിനുശേഷം സാറിന്റെ വീഡിയോ കാണുന്നു, അതിനുശേഷം വീണ്ടും ചെയ്യുന്നു, അതിനുശേഷം ലോ ഓഫ് അട്രാക്ഷന്റെ പുസ്തകം എടുത്ത് വായിക്കുന്നു, അതിനുശേഷം നമ്മള് ജീവിത വിജയത്തിന്റെ രഹസ്യം എടുത്ത് വായിക്കുന്നു. പക്ഷെ എവിടെയും നമുക്ക് എമോഷനെ പറ്റി പറയുന്നതോ എനർജി പോകുന്നതോ മനസ്സിലാക്കാൻ സാധിച്ചില്ലെങ്കിൽ രക്ഷപ്പെടാൻ സാധിക്കില്ല. അതുകൊണ്ട് വീണ്ടും പറയുന്നു, ഓരോ മനുഷ്യനും അവനവന്റെ ജീവിതത്തിന്റെ ശില്പിയും നിർമ്മാതാവാണ്. നിങ്ങൾക്ക് നന്നാവണമെന്നുണ്ടോ? ആർക്ക് ചെയ്യാൻ പറ്റുമത്? നിങ്ങൾക്ക് നന്നാവണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ആർക്ക് നിങ്ങളെ സഹായിക്കാൻ പറ്റും? അല്ല, ആരാണിത് ചെയ്യേണ്ടത്? നമ്മൾ തന്നെയാണ് എന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ നമ്മൾ ചെയ്യുന്ന പ്രവർത്തനത്തിൽ എത്രത്തോളം ആത്മാർത്ഥമായി നമ്മൾ ചെയ്യുന്നു. രാവിലെ എൻ്റെ മെഡിറ്റേഷന് വന്നിരിക്കുന്നയാൾ പറയരുതല്ലോ അല്ലെ? പറയാതിരിക്കാനും പറ്റില്ലല്ലേ? 30-ാം തീയതി മുതൽ 1-ാം തീയതി മുതൽ 30-ാം തീയതി എല്ലാ ദിവസവും വരും. സാറ് പറഞ്ഞു, ഉറങ്ങി. സാർ കഴിഞ്ഞു, എഴുന്നേറ്റ് പോയി. 2-ാം തീയതി 3-ാം തീയതി ഞാൻ പേയ്മെന്റ് ചോദിച്ചാൽ പിന്നെ ഇനി ഇത് വലിയ എനിക്കൊരു മാറ്റമൊന്നുമില്ല, അതുകൊണ്ട് ഞാൻ നിർത്തി എന്ന് പറയും. ചോദിച്ചില്ലെങ്കിൽ പിന്നെയും 15 ദിവസം മുതലേ വന്നിരിക്കും. ചോദിക്കുമ്പോൾ മനസ്സിലാവും കാര്യമില്ലല്ലേ, എനിക്കൊരു മാറ്റവും വന്നില്ല സാറേ. മാറ്റം വരുന്നെന്താ? ഇതെന്താ പറയുന്നത് കേട്ടിട്ട് പോലുമില്ല, മെഡിറ്റേഷൻ എന്താന്നില്ല. അപ്പോ ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ, മാറ്റമുണ്ടാവാൻ അവനവൻ തന്നെ ശ്രമിക്കുക. മറ്റൊന്നും ചെയ്യാൻ നമുക്ക് വഴികൾ പറഞ്ഞു തരാൻ പറ്റും. എങ്ങനെ വഴികൾ പറഞ്ഞു തരാൻ പറ്റും? സ്വന്തം അനുഭവത്തിലൂടെ നടന്നു വന്ന വഴി പറഞ്ഞു തരാൻ പറ്റും. ഞാൻ ഇന്ന് നല്ല ട്രാഫിക്കിലായിരുന്നു. 8 മണിക്ക് ക്ലാസ് എടുക്കണമെന്നുണ്ട്. ഞാൻ ഇവിടുന്ന് 60 കിലോമീറ്റർ അപ്പുറത്തുള്ള മംഗലാപുരം ടൗണിൽ പോയതാണ്. ഒരു സാധനം എടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ നല്ല റോഡ്, നല്ല പുതിയ റോഡാണ്. ആ റോഡ് ഒരു 40 കിലോമീറ്റർ പോവാൻ 30 മിനിറ്റ് മതി. നല്ല റോഡാണ്, പുതിയ റോഡല്ലേ. പക്ഷെ അവിടെ നിന്ന് 15 കിലോമീറ്റർ പോകാൻ 1.5 മണിക്കൂർ വേണം. അപ്പൊ ഞാൻ അവിടുന്ന് തിരിച്ചു വരുമ്പോൾ ആലോചിച്ചു, എത്ര മണിക്കെത്ത് ക്ലാസ് എടുക്കണ്ടേ? അപ്പൊ ഞാൻ ഇവരോട് പറഞ്ഞു, 8 മണിയാകുമ്പോൾ ഞാൻ വീട്ടിലെത്തും എന്തായാലും. വഴിയൊന്നും എനിക്കറിയില്ല, ബാക്കിയൊന്നും എനിക്ക് 8 മണിക്ക് ഞാൻ വീട്ടിലെത്തി ഉണ്ടാവുമെന്ന് പറഞ്ഞു. നല്ല ട്രാഫിക് ജോലി ഉണ്ടായിരുന്നു. 7:56 ഞാൻ വീട്ടിലെത്തി. എന്നിട്ട് ഞാൻ കുളിച്ചു വരുന്നതിന് കുറച്ച് നേരം ലേറ്റ് ആയത്. അതെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം ഇത്രേ ഉള്ളൂ, 8 മണിക്ക് വീട്ടിലെത്തും എന്ന് പറയുന്ന എനിക്ക് വേണമെങ്കിൽ, അയ്യോ ട്രാഫിക് അല്ലേ, വല്ലാത്ത വിഷയല്ലേ, നടക്കുവോ, ഒന്നുമില്ലല്ലോ, പറ്റുമെങ്കിൽ ചിലപ്പോൾ 8 മണിക്ക് എത്താം എന്ന് പറയാമായിരുന്നു. പറയാമല്ലോ, എനിക്ക് ഒരു നഷ്ടമില്ല. ഇനി 8 മണിക്ക് എത്തുന്നത് ഞാൻ 9 മണിക്ക് എത്തും എന്ന് ഉറപ്പിച്ചും പറയാം. പക്ഷെ എൻ്റെ ആവശ്യം എന്താണ്? 8 മണിക്ക് എത്തുകയാണ്. അപ്പോൾ അത് തന്നെ കൺഫേമായി ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ, അത് തന്നെ കൺഫേമായി പറയുന്നു, ഞാൻ 8 മണിക്ക് എത്തും. എന്തപ്പോ നഷ്ടം? ഒന്നും നഷ്ടമില്ലല്ലോ നമുക്ക്. അത് പറയാൻ എന്താ നമുക്ക് ഛേദം? ഇത് പറയാൻ എത്തില്ല എന്നതിനെ പറ്റി ചിന്തിച്ച് നിൽക്കുന്നതിന് പകരം അത് പറയാൻ നമുക്ക് ഛേദമില്ലെങ്കിൽ, അതേപോലെ പണമില്ലാതെ കടമുണ്ട് എന്ന് പറഞ്ഞ് നടക്കുന്നയാൾക്ക് സ്വന്തം ഞാൻ പണക്കാരനാണെന്ന് പറഞ്ഞാൽ എന്താണ് നഷ്ടം? എന്തെങ്കിലും നഷ്ടം വരാനുണ്ടോ? ആരെങ്കിലും തരുമോ? എൻ്റെ കയ്യിൽ പണമില്ല എന്ന് പറഞ്ഞാൽ ആരെങ്കിലും നിങ്ങൾക്ക് പണം തരുമോ? ഇല്ലല്ലോ. ഞാൻ പണക്കാരനാണെന്ന് സ്വയം പറഞ്ഞാൽ ഇത് രണ്ടും തമ്മിൽ എവിടെയാണ് നിങ്ങൾക്ക് ലാഭവും നഷ്ടവും? ചിന്തിച്ചു നോക്കൂ. ഇങ്ങനെയാണ് മനസ്സിന്റെ വിഷയം കിടക്കുന്നത്.
എല്ലാത്തിനും, പണത്തിന് മാത്രമല്ല. അപ്പൊ ഇത് സ്ഥാപിക്കണമെങ്കിൽ എല്ലാവർക്കും അത് പറ്റില്ല. എല്ലാ ബ്രെയിനും അത് എടുക്കില്ല. അത് ബ്രെയിനിന്റെ സിസ്റ്റം അങ്ങനെയാണ്. എല്ലാ ബ്രെയിനും അത് എടുക്കാത്തതുകൊണ്ട് നമുക്ക് എളുപ്പത്തിൽ, ഞാൻ പറയാതെ, നമുക്ക് അഫർമേഷൻ പുസ്തകത്തിൽ 108 സമ്പത്തിന്റെ അഫർമേഷൻസ് തന്നിട്ടുണ്ട്. പുസ്തകം കിട്ടിയവരെല്ലാം വായിക്കാൻ നോക്കി കണ്ടിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. സമ്പത്തിന്റെ 108 അഫർമേഷൻസുകൾ ഇതിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ ജീവിത വിജയത്തിൽ ഇത് കംപ്ലീറ്റ് ആയിട്ട് അഫർമേഷൻസ് പുസ്തകമാണ്. യൂട്യൂബ് വീഡിയോ കാണുന്നവർ വായിക്കുക. ഇതിനകത്ത് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ 5 കാര്യങ്ങളിൽ ജീവിത അഫർമേഷൻസ് പറയുന്നുണ്ട്. നന്ദി, അത് കൃതജ്ഞത, വിട്ടുകൊടുക്കൽ, ക്ഷമിക്കുക, സമ്പത്ത്, ആരോഗ്യം, വിദ്യാഭ്യാസം, ജോലി, ആത്മീയത, ഇത്രയും കാര്യങ്ങളിലെ അഫർമേഷൻസ് 108 വെച്ചുള്ള അഫർമേഷൻസ് ഇതിനകത്തുണ്ട്. അപ്പൊ സമ്പത്തിന്റെ അഫർമേഷൻസ് നമ്മൾ മെഡിറ്റേഷനിലൂടെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മുടെ ഉപബോധ മനസ്സിലേക്ക് നേരിട്ട് ഈ സംഭവം ചെല്ലുകയും അതിലൂടെ നമ്മുടെ ജീവിതത്തെ മനോഹരമായി എളുപ്പത്തിൽ മാറ്റാനും സാധിക്കുമെന്നുള്ളത്. ഞാൻ ഇതിന്റെ അഫർമേഷനിൽ ഒന്നാമത്തെ അഫർമേഷൻ എന്ന് പറയുന്നത്, ഞാൻ ധനത്തിന്റെ ശക്തി കേന്ദ്രമാണ് എന്ന് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളുടെ വൈബ്രേഷൻ എന്തായി മാറും? ഞാൻ ധനത്തിന്റെ ശക്തി കേന്ദ്രമാണ് എന്ന് നമ്മൾ സ്വാഭാവിക വെറുതെ ഒന്ന് പറഞ്ഞു നോക്കൂ നിങ്ങൾ. ഞാൻ ധനത്തിന്റെ ശക്തി കേന്ദ്രമാണ് എന്ന് പറയുമ്പോൾ അറിയാതെ നമ്മുടെ ബോഡിയിൽ ഒരു ശക്തി പ്രൊഡ്യൂസ് ആവും. ശക്തി എന്ന വാക്ക് നമ്മൾ ഉപയോഗിക്കുമ്പോൾ തന്നെ നമ്മുടെ എവിടെയോ എനർജി അപ്പായി വരും. ഇത് നിരന്തരം ചെയ്യുമ്പോൾ ബ്രെയിനിന്റെ ഓട്ടോ സജഷൻ എന്ന് പറയുന്ന മൂഡിലേക്ക് ബ്രെയിൻ മാറുകയും പിന്നെ നമ്മൾ എവിടെ ചെന്നാലും സമ്പത്ത് നമ്മുടെ കയ്യിൽ വരികയും പല വഴികളിൽ വന്നുകൊണ്ടേയിരിക്കും. ഇത് അഫർമേഷൻ കുറേ കാര്യങ്ങൾ പറയാണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട്. പക്ഷെ ഈ അഫർമേഷൻസ് അത്ര കണ്ട് എഫക്റ്റീവായി പോലും. പക്ഷെ അഫർമേഷൻ ചെയ്യുമ്പോൾ മെഡിറ്റേഷൻ കൂടി ചെയ്തിട്ടാണെങ്കിൽ ചെയ്യുന്നതെങ്കിൽ 100% റിസൾട്ട്. സമ്പത്ത്, അനന്തമായ സമ്പത്ത് എനിക്ക് ലഭ്യമാണെന്ന് പറയാൻ എത്ര പേർക്ക് ധൈര്യമുണ്ടോ? ഞാൻ ഇപ്പൊ വേണം പറയാം, അനന്തമായ സമ്പത്ത് എനിക്ക് ലഭ്യമാണ്. അല്ല എന്ന് ആരാ പറയണേ? നമ്മൾ ചെയ്യുന്ന ഏത് പ്രവൃത്തിക്കാണ് നമുക്ക് സമ്പത്ത് ലഭിക്കാത്തത്? എല്ലാത്തിനും ലഭിക്കുന്നുണ്ട് അല്ലെ? പക്ഷെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് നമുക്ക് സമ്പത്ത് ലഭിക്കുന്നുണ്ടെങ്കിലും എത്ര വേണം എനിക്ക് സമ്പത്ത് എന്നുള്ള ലക്ഷ്യമില്ലായ്മയല്ലേ ഇപ്പോഴും നിങ്ങളെയും എന്നെയും പിടിച്ചു നിർത്തുന്ന ഘടകം? അപ്പോൾ ഈ പറഞ്ഞതിന്റെ ഉദ്ദേശം എത്രയാണ്? നമ്മൾ ഈ ഇമോഷനെ, ഈ എനർജിയെ നമ്മൾ ഭൂതത്തെ നമ്മൾ പോസിറ്റീവായിട്ട് അല്ലെ വേണ്ട രീതിയിലേക്ക് വിനിയോഗിക്കാൻ സാധിച്ചാൽ നമുക്കും സമ്പന്നനാവാൻ സാധിക്കില്ലേ? ഒന്ന് ടൈപ്പ് ചെയ്ത് എല്ലാവരും. നമ്മളുടെ ഇമോഷനെ നമുക്ക് വേണ്ട രീതിയിൽ കേന്ദ്രീകൃതമാക്കാൻ സാധിച്ചാൽ നമുക്ക് സമ്പന്നനാവാൻ സാധിക്കുമോ ഇല്ലയോ? എല്ലാവർക്കും ഒറ്റ ഉത്തരേ ഉള്ളൂ, സാധിക്കും. ആർക്കും സാധിക്കും. മനസ്സ് മാറ്റുന്നതിലൂടെ മാത്രമാണ് ഇതെല്ലാം സാധിക്കുന്നത്. മനസ്സിനെ മാറ്റപ്പെടുത്തി കഴിഞ്ഞാൽ എല്ലാം സാധിക്കും, യാതൊരു തർക്കവുമില്ല. അപ്പോൾ അതിനു വേണ്ടി തന്നെ പറയുന്നു, വീണ്ടും റിപ്പീറ്റായി പറയുന്നു, നിങ്ങൾ മാറ്റാൻ തയ്യാറാവുന്നുണ്ടെങ്കിൽ വെള്ളി, ശനി, ഞായർ ദിവസങ്ങൾ നമുക്ക് 100% റിസൾട്ട് കൊണ്ടുവരുന്ന രീതിയിൽ ഒരു മെഡിറ്റേഷൻ. നിങ്ങൾക്ക് അറിയാലോ, നമ്മൾ നടത്തുന്ന മെഡിറ്റേഷൻ എല്ലാത്തിൻ്റെ പ്രത്യേകത എന്താണെന്നറിയാലോ? വെറുതെ വന്നിട്ട് കണ്ണടച്ചിരുന്ന് മെഡിറ്റേഷൻ ചെയ്യുന്നതാണ്. അത് രാവിലത്തെ ചെയ്യുന്നത് ഓക്കെ, അത് കൂടുതൽ ഞാൻ സംസാരിക്കാറില്ല. മറ്റെല്ലാ മെഡിറ്റേഷനും നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചിട്ട്, നിങ്ങൾ എഴുതിച്ചിട്ട്, എന്താണ് ആവശ്യമുള്ളതെന്ന് മനസ്സിലാക്കിച്ചിട്ട് അത് നേടാനാണ് പറയുന്നത്. അപ്പൊ ഇന്ന് ഒരാൾ ലീബ പറഞ്ഞു കേട്ടില്ല, ഓർമ്മയുണ്ട്? പഴയ ക്ലാസ്സിൽ വന്ന് ലീബ പറഞ്ഞ വോയിസ് ഇപ്പോഴും നമ്മൾ കേൾക്കണം. എന്തായിരുന്നു അവസ്ഥ എന്ന്. ചുരുങ്ങിയ ദിവസങ്ങൾ, വിരലിൽ എണ്ണാവുന്ന ദിവസങ്ങളാണ്. ഞാൻ അന്ന് ലീബയോട് ക്ലാസ്സിൽ അത് ചോദിച്ചതിന് ശേഷം 2ാമത്തെ 3ാമത്തെ ക്ലാസ്സിൽ ലീബയെ വിളിച്ചിട്ട് ഞാൻ അങ്ങോട്ട് ചോദിച്ചൊരു കാര്യമുണ്ട്.
നിങ്ങൾക്ക് എന്താണ് ഹാപ്പിനെസ് മാസ്റ്റർ ചെയ്തു തരേണ്ടത്? ഇപ്പോഴിവിടെ ഉണ്ടോന്ന് അറിയില്ല, ഇല്ലെങ്കിൽ പറയാം. ആളെ യൂട്യൂബ് വീഡിയോ കാണുമ്പോൾ ശ്രദ്ധിക്കുക. ഞാൻ അങ്ങോട്ട് ചോദിച്ച കാര്യമാണ്, നിങ്ങൾക്ക് ഹാപ്പിനെസ് മാസ്റ്റർ എന്താണ് ചെയ്തു തരേണ്ടതെന്ന് പറയാവോ? പല ആൾക്കാരും അവരുടെ ഇത് കേട്ടിട്ട് എന്നോട് പറഞ്ഞു, ഞങ്ങൾ സഹായിക്കാം അവരെ എന്ന് പറഞ്ഞു. പക്ഷെ നമ്മൾ അവരോട് ചോദിച്ചത് എന്ത് വേണം? അവർ പറഞ്ഞ എത്രയേ ഉള്ളൂ, ഒറ്റ കാര്യമേ പറഞ്ഞുള്ളൂ അല്ലേ? എനിക്ക് ഓർമ്മയില്ല, അവർ ഇത്രേ പറഞ്ഞു, എനിക്ക് കുറച്ച് മാറ്റങ്ങൾ ഉണ്ടാവണം, അതിനുവേണ്ടി പല കാര്യങ്ങളും ഞങ്ങൾക്ക് പഠിക്കണം എന്ന് മാത്രമേ പറഞ്ഞു. വേറെ ഒന്നും പറഞ്ഞില്ല, ഒന്നും ചെയ്തില്ല. 2020 ഒറ്റ മെഡിറ്റേഷനിൽ അവരെ കുടുംബം മാറിയത് കണ്ടു. നിങ്ങളിപ്പോ അവരയച്ചു തന്ന വീഡിയോസും സ്വർണ്ണമാലയൊക്കെ നിങ്ങൾ കണ്ടല്ലോ അല്ലെ? ഇതെല്ലാവർക്കും സാധ്യമാണെന്നേ. അവർ ഫുൾ സറണ്ടർ ചെയ്തു, ഫുൾ അതിനോട് വിശ്വസിച്ചു ചെയ്തു. റിസൾട്ട് ഉറപ്പാണ്. 7 ചക്രയിൽ 2020 മാർക്ക്. 7 ചക്ര 2020 ചെയ്ത് റിസൾട്ട് കിട്ടിയതിന് ശേഷമാണ് 7 ചക്രയിൽ വന്നത്. 7 ചക്ര വന്നിട്ട് ചോദിച്ചാണ്, സാറേ എനിക്ക് ചക്ര എന്താന്ന് പഠിക്കണം, എന്നിട്ടാണ് ഞാൻ വന്നത്. നിങ്ങൾ എല്ലാവരും വെറുതെ ഇരിക്കും. നിങ്ങൾ വരുന്നുണ്ട് ക്ലാസ്സിൽ, നല്ല സമയം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. ക്ലാസ്സിൽ കയറി പ്രാക്ടീസ് ചെയ്യണം, അല്ലാതെ മാറ്റം. പ്രാക്ടീസ് എങ്ങനെ ചെയ്യണം? ആത്മാർത്ഥമായി പ്രാക്ടീസ് ചെയ്യണം. മാറ്റം ഉണ്ടാക്കാൻ സാധിക്കാത്തവർ ആരും ഉണ്ടാവില്ല. ബിക്കോസ് ബ്രെയിൻ എന്ന് പറയുന്നത് ന്യൂറോ പ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്ന അവസ്ഥയായതുകൊണ്ട് എല്ലാ ബ്രെയിനിനെയും മാറ്റാം. അങ്ങനെ ഒരു ബ്രെയിനില്ല മാറ്റാൻ പറ്റാത്തത്. ഇന്ന് വേറൊരാളെ വോയിസ് കണ്ടിട്ട് മെസ്സേജ് കണ്ടിരുന്നല്ലോ, അവരെ നിങ്ങൾക്ക് വന്നിട്ടുണ്ടോ എന്ന് അറിയില്ല. മകൻ സുഖമില്ലാതെ കിടക്കുകയായിരുന്നു നമ്മുടെ ക്ലാസ്സിൽ വരുമ്പോൾ. അവരും അമ്മയും നമ്മൾ 2-3 പ്രാവശ്യം ക്ലാസ്സിൽ പങ്കെടുക്കുമ്പോഴും അമ്മ മകന്റെ കൂടെ ഹോസ്പിറ്റലായിരുന്നു. ഇന്ന് പറഞ്ഞ മെസ്സേജ്, മകൻ നല്ല മാറ്റമുണ്ട് സാറേ, വലിയ മാറ്റമാണ് മകന് വന്നിരിക്കുന്നത്, അവൻ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നു സന്തോഷത്തോടും. ഭയങ്കര സന്തോഷം. കാരണം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് പലപ്പോഴും ഞാൻ ആലോചിച്ചിട്ടുണ്ട്. അമ്മ അതിനെപ്പറ്റി പറഞ്ഞതിന് ശേഷം എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. പക്ഷെ നമുക്ക് അങ്ങനെ ഒരു മറുപടി കൊടുക്കാനൊന്നും അത്രയും സാധിക്കാത്തത് കൊണ്ട് പറഞ്ഞില്ല. ഇന്ന് അവര് ഇത്രയും ദിവസം വലിയ മാറ്റമുണ്ട് എന്ന് പറയുമ്പോൾ ദൈവത്തിന് നന്ദി എന്ന് മാത്രമാണ് പറയാനുള്ളത്. ദൈവത്തിന് നന്ദി, ദൈവത്തിന് നന്ദി, ദൈവത്തിന്. കാരണം ആ കടാക്ഷം കൊണ്ട് മാത്രമാണ് അത് അങ്ങോട്ട് മുന്നേറി പോകുന്നത്. നമുക്ക് അത് സന്തോഷത്തോടു കൂടി അവിടെ അർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കും. അപ്പോൾ ഞാൻ കൺക്ലൂഡ് ചെയ്യുകയാണ് ഇന്നത്തെ ദിവസം. ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക, ആ ഭൂതത്തെ നമ്മൾ തുറന്നു വിടാൻ തയ്യാറാവുക. ലിമിറ്റിംഗ് ബിലീഫ്സ് അല്ലെങ്കിൽ നമ്മളുടെ ഈ എന്താ പറയാ, നമ്മുടെ മൈൻഡ് സെറ്റിനെ വേണ്ട രീതിയിലേക്ക് മാറ്റപ്പെടുത്തുക. അതിന് ഈ സാമ്പത്തിക ധ്യാനത്തിലേക്ക് ജോയിൻ ചെയ്യുക. അതുപോലെ ജീവിത വിജയത്തിന്റെ രഹസ്യത്തിലേക്ക് പോവുക. എന്നിട്ട് അറിയുക, ജേർണി ടു ഹാപ്പിനെസ് പോലുള്ള ക്ലാസ്സുകൾ പഠിക്കുക, ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടാക്കുക. ടെക്നിക്കൽ പഠിക്കാനായിട്ട് ലോ ഓഫ് അട്രാക്ഷൻ പോലുള്ള ക്ലാസ്സുകൾ ഉടനെ തന്നെ ജോയിൻ ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ ആവശ്യം, ലക്ഷ്യം നിർണയിച്ചവൻ ലോ ഓഫ് അട്രാക്ഷനിൽ പോയിട്ട് ലക്ഷ്യം നേടിക്കോളും. ലക്ഷ്യം നിർണയിക്കാത്തവർ, ഇപ്പൊ ലക്ഷ്യം എനിക്ക് എന്ത് ആവണമെന്ന് തീരുമാനമില്ലെങ്കിൽ ഇപ്പൊ 3 ദിവസത്തെ മെഡിറ്റേഷൻ ഒന്നും ഞാൻ തൽക്കാലത്തേക്കുള്ള ലക്ഷ്യങ്ങൾ എഴുതിക്കാം. അത് കഴിഞ്ഞിട്ടാണ് അത് ചെയ്യുന്നുള്ളൂ. പിന്നെ ജേർണി ടു ഹാപ്പിനെസ് പോയാൽ അത് വളരെ കൃത്യമായിട്ട് തന്നെ ഫുൾ പ്ലാൻഡ് ആയിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും. മാത്രം ഓർമ്മിച്ചുകൊണ്ട് ഇന്നത്തെ ദിവസം വിടവാങ്ങുന്നു. നന്ദി, നമസ്കാരം, താങ്ക് യു. നാളെ ക്ലാസ് ഉണ്ടാകും, ഞാനുണ്ടാവില്ല, നമ്മളെ പിള്ളേരെ കൊണ്ട് ക്ലാസ് എടുപ്പിക്കും. നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണം. നമ്മുടെ സ്റ്റുഡൻസ് വന്ന് നാളെ ക്ലാസ് എടുക്കും. ഞാൻ നാളെ ഈ സമയത്ത് ഫ്ലൈറ്റിലായിരിക്കും. മറ്റന്നാൾ മുതൽ ഫുൾ ക്ലാസ് ആയിരിക്കും. പക്ഷെ നാളെയും ക്ലാസ് ഉണ്ടാവും കേട്ടോ. അതുകൊണ്ട് എല്ലാ ദിവസവും ഇനി ക്ലാസ് ഉണ്ടാവും. എല്ലാവരും താങ്ക് യു വെരി മച്ച്. അൺമ്യൂട്ട് ചെയ്ത് ആർക്കെങ്കിലും സംസാരിക്കാം. ക്ലാസ് ജോയിൻ ചെയ്യാനായിട്ട് അഡ്മിന്മാരെ വിളിക്കുക. അഡ്മിൻ നമ്പറുകൾ ഇവിടെ തരുന്നുണ്ട്. എല്ലാവരും ജോയിൻ ചെയ്യുക എന്നുള്ള കാര്യമാണ് പറയാനുള്ളത്. താങ്ക് യു വെരി മച്ച്. ആർക്കും അൺമ്യൂട്ട് ചെയ്യാണ്ട് സംസാരിച്ചോളൂ. ഞാൻ പറഞ്ഞോട്ടെ സാർ, ഞാൻ പറഞ്ഞോട്ടെ. പറഞ്ഞു. സാറ്, ഞാൻ സാറിനോട് ഞാൻ ഒരു നേരത്തെ പറഞ്ഞല്ലേ, പിന്നെ എനിക്കൊരു ഞാൻ പറഞ്ഞ എന്താ പേര് പറഞ്ഞതല്ല, ഗ്രന്ഥി വീക്കത്തിന്റെ ഒരു കാര്യം പറഞ്ഞായിരുന്നു. അതിന്റെ പേര് ഞാൻ മറന്നു വാക്ക്. പിന്നെ അതിന്റെ ആ ഒരു ഇത് ഹെർണിയുടെ ഒരു സൈഡ് ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. പക്ഷെ ഇന്ന് ഞാൻ സ്കാൻ ചെയ്ത് നോക്കിയപ്പം ഞാൻ എപ്പോഴും പറയുന്നത്, എപ്പോഴും എഴുതിയും പേരം വെച്ചിട്ടുണ്ട്. ഞാൻ എപ്പോഴും പറയുന്നത്, ഞാൻ ബാത്റൂമിൽ പോയാൽ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, എനിക്കിതെല്ലാം മാറി, എനിക്ക് ഹെർണിയ മാറിയിട്ട് പിന്നെ ഇതെല്ലാം മാറി ഞാൻ പറയും. പക്ഷെ ഇന്ന് സ്കാൻ ചെയ്തപ്പോ ഈ 2 സാധനം ഇല്ല.
സത്യം സത്യം പറഞ്ഞ ഭയങ്കര സന്തോഷം ഉണ്ടായി. ഭയങ്കര സന്തോഷം. അപ്പൊ സജീവനും ഫലിക്കാൻ തുടങ്ങി. സത്യം ഞാൻ ഒറ്റ മെഡിറ്റേഷനെ സജീവ് പങ്കെടുത്തിട്ടുള്ളൂ, ഓർമ്മയുണ്ടല്ലോ അല്ലേ? അപ്പൊ സജീവനും റിസൾട്ട് വരാൻ തുടങ്ങി. ഇന്ന് ലോ ഓഫ് അട്രാക്ഷന്റെ ബുക്കും കിട്ടി. ഞാനത് കുറച്ച് വായിച്ചു. ഞാൻ പറഞ്ഞറിയിക്കാൻ വെരി 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 ഹാപ്പി. ഇനിയും വരട്ടെ, ഇനിയും മാറ്റം ഉണ്ടാവട്ടെ, ഇനിയും മാറ്റം ഉണ്ടാവട്ടെ. താങ്ക് യു. ഞാനൊരു റിസൾട്ട് പറയട്ടെ. സന്തോഷം സാർ, നമ്മള് തൃശ്ശൂർ തന്ന കല്ലിന്റെ ഒരു ഞാനൊരു 7 ദിവസം ചെയ്തുള്ളൂ. എനിക്ക് പൈസ ഉണ്ടാവാനല്ല, എനിക്ക് സ്കൂളിൽ നിന്ന് കുറെ ഫീസ് പെൻഡിങ് ആയിരുന്നു. ഒരു 80,000 രൂപയോളം പെൻഡിങ് ആയിരുന്നു. അപ്പൊ മാർച്ചിൽ ക്ലാസ് കഴിഞ്ഞിട്ട് ആരും അടച്ചിട്ടുണ്ടായില്ല. അപ്പൊ ഞാൻ എല്ലാ ദിവസവും രാവിലത്തെയും വൈകിട്ടും ഞാൻ മെഡിറ്റേറ്റ് ചെയ്യാറുണ്ട്. അപ്പൊ 2 നേരം മെഡിറ്റേഷൻ കഴിഞ്ഞിട്ടാണ് ആ കല്ലിന്റെ ചരട് കെട്ടലും കല്ലും വെച്ച് രാത്രി കയ്യിൽ വെച്ച് കിടന്നിട്ട് 7 ദിവസം പ്രാർത്ഥിച്ചു. ഞാൻ പ്രാർത്ഥിച്ചത് എന്താ വെച്ചാല്, അവർക്ക് പൈസ ഉണ്ടാവണേ എന്നാ പ്രാർത്ഥിച്ചേ. എന്തായാലും അവർക്ക് പൈസ ഉണ്ടായാലല്ലേ നമുക്ക് തരുള്ളൂ. അപ്പൊ തീർച്ചയായിട്ടും ഇപ്പൊ ഇന്നലത്തോടു കൂടി ആ പെൻഡിങ് ഫുള്ള് തീർന്നു സാർ. എനിക്ക് ഭയങ്കര സന്തോഷമായി. ഞാൻ അങ്ങനെ എല്ലാ ടെക്നിക്സും പൈസക്ക് വേണ്ടി ചെയ്യാറില്ല. പക്ഷെ 2-3 ആകെ സാർ ചെയ്തിട്ടുള്ളൂ. പക്ഷെ അത് ഈ ടെക്നിക്ക്, ഈ കല്ല് വെച്ചിട്ടുള്ളത് 7 ദിവസം. അപ്പൊ ഞാൻ സാറിനോട് ഇത് കഴിഞ്ഞിട്ട് പറയാന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അപ്പൊ ഇന്നലത്തോടു കൂടി എല്ലാ പെൻഡിങ്ങും തീർന്നു. ഭയങ്കര സന്തോഷമായി എനിക്ക്. പറഞ്ഞു. ഹലോ സാർ, നമസ്കാരം. ഹലോ സാർ, കേൾക്കുന്നുണ്ടോ? ഹലോ സാർ, കേൾക്കുന്നുണ്ടോ? സാർ നമസ്കാരം. ഞാൻ സാറിന്റെ ക്ലാസ്സിൽ കഴിഞ്ഞ നവംബറിലാണ് വന്നത്. ആദ്യം യൂട്യൂബിലൊക്കെ ഉണ്ട്, പിന്നെ ക്ലാസ്സിൽ ചേർന്ന്, പിന്നെ 10 ഡേയ്സിന്റെ ക്ലാസ്സിലും ചേർന്ന്. അതിനുശേഷം എനിക്ക് ഒരുപാട് മാറ്റങ്ങളാണ് സാർ. എൻ്റെ വീട്ടിലത്തെ മനസ്സമാനം ഭയങ്കരമായിട്ട് മനസ്സമാനം. വീട്ടിലെപ്പം പ്രശ്നമായിരുന്നു, ഇപ്പൊ എല്ലാം സോൾവ് ആയി, എല്ലാം നല്ല മാറ്റങ്ങൾ വന്ന്. സാറിന് 100 നന്ദി. ഞാൻ അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചിട്ട് എനിക്ക് കാര്യം സാധിച്ചിട്ടില്ല. സാറിന്റെ ക്ലാസ് കേട്ടപ്പോ എനിക്ക് ഏറ്റവും നല്ല മനസ്സമാനം കിട്ടി സാർ. നന്ദി 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 യൂണിവേഴ്സ്, നന്ദി നന്ദി നന്ദി. എനിക്ക് ഇനിയും ചില കാര്യങ്ങളെല്ലാം സാധിച്ചിട്ടുണ്ട്. ചെറിയ ഞാൻ തൃശ്ശൂർ വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് ചെറിയ പൈസ കിട്ടിയുള്ളൂ, അതുകൊണ്ടാണ് വരാൻ പറ്റുന്നത്. ഇപ്പൊ എനിക്ക് 1 മാസം മുന്നേ പൈസ ഒരു പെൻഷൻ കിട്ടിയിരുന്നു, പക്ഷെ അതിനെ കൊണ്ട് തികഞ്ഞില്ല. അതുകൊണ്ട് സാറിന് വരാതിരുന്നത്. വളരെ വളരെ നന്ദി സാർ. താങ്ക് യു. അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചാൽ ഫലം കിട്ടും. പ്രാർത്ഥിച്ചത് ചിലപ്പോ എന്താണെന്നൊന്നും കൂടി പുനഃപരിശോധിച്ചാൽ മതി കേട്ടോ. ഇവിടെ നമ്മൾ അത് മാത്രമേ പറയുന്നത്, മനസ്സിനെ മാറ്റപ്പെടുത്തുന്നതിന്റെ കാര്യം മാത്രമാണ് നമ്മളോട് സ്ഥിരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ക്ഷേത്രങ്ങളും ദൈവങ്ങളും ഒക്കെ അതിന് തന്നെ നിൽക്കുക. നമ്മൾ ജസ്റ്റ് ഒരു വഴികാട്ടി മാത്രമാണ്. വെളിച്ചം ഉണ്ടാക്കുന്നത്, വെളിച്ചം നൽകുന്നത് ദൈവമാണ്. നമുക്കതിനെ തെളിക്കാൻ മാത്രമേ പറ്റുള്ളൂ. നമ്മളത് തെളിക്കുന്ന ഒരാൾ മാത്രം ആയിട്ട് മതി കേട്ടോ. അങ്ങനെ മാത്രം എപ്പോഴും കരുതുക. താങ്ക് യു വെരി മച്ച്. പറഞ്ഞു, അടുത്ത ആൾ പറഞ്ഞു. ഹലോ സാർ, പറഞ്ഞു. ഞാൻ ശ്രീദേവി സുധാകരൻ. ഞാൻ തൃശ്ശൂർ ക്ലാസ്സിൽ വന്നിരുന്നു. അപ്പൊ ഞാൻ ബ്ലാക്ക് സ്റ്റോൺ ഉപയോഗിച്ച്, എനിക്ക് ഭയങ്കര ബാക്ക് പെയിൻ ആയിരുന്നു. ആ ബ്ലാക്ക് സ്റ്റോൺ ഉപയോഗിച്ച് എനിക്ക് യാത്ര ചെയ്യുമ്പോഴൊന്നിനും കിടക്കാൻ ഒന്നിനും പറ്റില്ലായിരുന്നു. അവസാനം ഞാൻ നീളം ഒഴിച്ചു, എന്നിട്ടും കുറഞ്ഞില്ല. ഞാൻ ഈ ബ്ലാക്ക് സ്റ്റോൺ എടുത്ത് കയ്യിൽ വെച്ച് ഭയങ്കര ഷിവറിങ് ആയിരുന്നു. അത് ഞാൻ പറഞ്ഞു, എനിക്ക് വേദന ഒന്ന് മാറ്റി തരണം എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. നന്ദി സാർ, ഇപ്പൊ എനിക്ക് ബാക്ക് പെയിനേ ഇല്ല. താങ്ക് യു സാർ, താങ്ക് യു സോ മച്ച്. വെരി ഗുഡ്. ശ്രീദേവി അല്ലെ അന്ന് സംസാരിച്ചത് എന്നോട്? ശരി. ബാക്ക് പെയിൻ അങ്ങ് പോയി. ആരും കേക്കണ്ട. വൈദ്യന്മാരൊക്കെ പിടിച്ചിട്ട് എന്നെ ഡോക്ടർമാരോട് നിങ്ങൾ ആരാടി, എന്ത് വൈദ്യമാണ് ഇന്ന് അങ്ങനെയൊന്നുമല്ല. ഇത് ആ എനർജിയുടെ ബൂസ്റ്റിംഗ് ആണ്, ആ എനർജി വർക്ക് ചെയ്യുന്നതാണ് സംഭവം. സന്തോഷം. അതുപോലെ ബാക്ക് പെയിനോ ഡിസ്ക് പെയിനോ ഒക്കെ മാറട്ടെ. നിങ്ങളുടെ തന്നെ മനസ്സിന്റെ ശക്തി കൊണ്ട് ഇതൊക്കെ മാറ്റാൻ സാധിക്കട്ടെ. ഞാൻ നന്ദി എന്ന് മാത്രമേ പറയാനുള്ളൂ.
താങ്ക് യു വെരി മച്ച്. സംസാരിക്കട്ടെ? സംസാരിച്ചോളൂ. എന്നോട് സംസാരിക്കാനുള്ളത് മാത്രമേ സംസാരിക്കാവൂ. മറ്റേ വേറെന്തെങ്കിലാണെങ്കിൽ ദയവ് സംസാരിക്കൂ. അത് ഇത് പറഞ്ഞപ്പോഴേ ഓർത്ത്, എനിക്ക് ഈ പെടലിക്ക് വേദന ഉണ്ടായിരുന്നു, അവിടെ പിന്നെ തേയ്മാനമാണെന്ന് പറഞ്ഞിരുന്നു. 2 വീലർ ഓടിക്കുകയെ ചെയ്യരുതെന്നാ പറഞ്ഞിരുന്നത്. പക്ഷെങ്കിൽ ഞാൻ 2 വീലർ ഓടിച്ച് അതുപോലെ കോളർ ഇടണം എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിച്ചതായിരുന്നു. പക്ഷെങ്കിൽ എനിക്കൊന്നുമില്ല, ഉറപ്പിച്ച്. ഞാൻ പറഞ്ഞ 2020 മെഡിറ്റേഷനില് എന്റെ ഫോണിന്റെ സ്വിച്ച് പോയിട്ട് പോലും ഫോൺ വർക്ക് ചെയ്തതാണ്. ആ വിശ്വാസത്തില് ശരിക്കും പറഞ്ഞാൽ എനിക്കൊന്നുമില്ല, ഇതൊക്കെ മാറും. എനിക്കിപ്പം പെടലി വേദനയില്ല. ഞാൻ കംപ്ലീറ്റ് 2 വീലറിലാണ് സഞ്ചരിക്കുന്നത്, ഒരു പ്രശ്നമില്ല. അങ്ങനെ വളരെ വളരെ സന്തോഷം, വളരെ ഹാപ്പിയാണ്. ഇപ്പൊ ചെറിയ കുട്ടികളെ പോലെ കൂടി കിടക്കുന്നു. വെരി ഗുഡ്, വെരി ഗുഡ്. മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ടല്ലോ, എല്ലാ ദിവസവും രാവിലെ മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ടല്ലോ. അതിന്റെ റിസൾട്ട് നന്നായി കിട്ടും. മെഡിറ്റേഷൻ എന്നും ഉണ്ട്, എല്ലാ ദിവസവും വൈകുന്നേരം ഉണ്ട്. അതുപോലെ തന്നെ അഫർമേഷൻ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് എന്നും ചെയ്യുന്നുണ്ട്. ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് രാവിലെയും വൈകിട്ടും കിടക്കുന്നതിന് മുമ്പും ഉറപ്പായിട്ട് എത്ര താമസിച്ചാലും ഗ്രാറ്റിറ്റ്യൂഡ് നിർബന്ധമായിട്ടും ചെയ്യുന്നുണ്ട്. ഒത്തിരി വ്യത്യാസം എനിക്ക് വരുത്തുന്നുണ്ട്, ഒത്തിരി വ്യത്യാസം. ഇനിയും വലിയ വലിയ മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കട്ടെ. ഇത് നിങ്ങളിപ്പോൾ ഇത് പറയുമ്പോൾ മറ്റുള്ളവർക്ക് വലിയ പ്രചോദനമായി മാറട്ടെ. അവരുടെയൊക്കെ ഈ വിഷയങ്ങളൊക്കെ മാറാൻ സാധിക്കട്ടെ എന്നുള്ളതാണ്. അതുപോലെ തന്നെ എഴുതി വെച്ചതാണ് മോളുടെ ജോലിയുടെ കാര്യം. അത് ഉറപ്പായി ജൂലൈയിലേക്ക് അഡ്വൈസ് മെമ്മോ കിട്ടും. അങ്ങനെ ആവും. സന്തോഷം. ഹായ് സാറേ, ഞാനൊരു സംശയം ചോദിച്ചോട്ടെ? ഉഷയാണ്. ഇപ്പൊ സാറിന് തിരിച്ച് അബുദാബി പോണ കല്ല് വരുന്ന കാര്യം പറഞ്ഞല്ലോ. അത് എങ്ങനെ ഞാൻ എന്റെ പേരുന്ന ആളൊക്കെ തന്നാ എനിക്ക് എങ്ങനെ അത് കയ്യില് മേടിക്കണ്ടേ? അതോ പോസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ? എങ്ങനെയാ പോസ്റ്റ് ചെയ്യാൻ പറ്റുമോ? യുകെയിലേക്കോ? അതാ ചോദിച്ചു. അപ്പൊ ഒരു കാര്യം ചെയ്യും, അവിടുന്ന് ഒരു ഫ്ലൈറ്റ് കയറി അബുദാബിയിൽ വരും, ഞാൻ കയ്യോടെ തരാം. അപ്പൊ ഞാൻ ജൂണിൽ വരുന്നുണ്ട്. അപ്പൊ ഞാൻ ജൂണില് ദുബായി വന്നിട്ട് അബുദാബിയിലോട്ട് വരും. ഓക്കെ ഓക്കെ സാർ. അല്ലെങ്കിൽ രണ്ടാമത്തെ ഓപ്ഷൻ ദിനേശ് മുങ്ങത്തിന് യുകെയിലേക്ക് വിസ തരും. അറിയാൻ പറ്റത്തില്ല, ഞാൻ ചിലപ്പോ അയക്കും. യുകെയിൽ നമ്മുടെ ടീമുകളൊക്കെ അവിടെ ക്ലാസ്സുകളൊക്കെ അറേഞ്ച് ചെയ്യുന്നു എന്ന് പറഞ്ഞു കേട്ടു. വെരി ഗുഡ്, ഞാൻ സപ്പോർട്ട് ചെയ്യാം ഡെഫിനറ്റ് ആയിട്ട്. ഓക്കെ, താങ്ക് യു. കല്ലും കൊണ്ട് ഞാൻ വരാം യുകെ. ഓക്കെ, എനിക്ക് എന്റെ കല്ല് ഇതിന് മുന്നേ ആണെങ്കിൽ, ജൂണിന് മുന്നേ ആണെങ്കിൽ എനിക്ക് ഇങ്ങോട്ട് കൊണ്ടുവന്നോളൂ, ഞാൻ വരാം. ഞാൻ കൊണ്ടുവരുന്നുണ്ട്, നാളെ കിട്ടും. പറഞ്ഞോ. 2020 മെഡിറ്റേഷൻ ചെയ്യണോ? കേട്ടില്ല. 2020 മെഡിറ്റേഷൻ ചെയ്യണമെന്നല്ലേ പറയണേ? ഇനി ഈ വീക്ക് കഴിഞ്ഞിട്ട് ചിലപ്പോ നെക്സ്റ്റ് മന്ത് ഫസ്റ്റ് തുടങ്ങും കേട്ടോ, അടുത്ത ബാച്ച്. മെസ്സേജ് വരും, ഇവിടെ മെസ്സേജ് വരും. അടുത്ത ബാച്ച് നമ്മൾ അനൗൺസ് ചെയ്യുമ്പോൾ മെസ്സേജ് വരും, അപ്പൊ ചോദിച്ചു ചെയ്തു കേട്ടോ. ഇപ്പൊ നമ്മൾ സാമ്പത്തിക ധ്യാനമാണ് ഈ വീക്ക് ഉള്ളത്. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് വീക്കിലേക്ക് നമ്മൾ പ്ലാൻ ചെയ്യും. 2020 ചെയ്യുന്നവർക്ക് ആദ്യം ഈ സാമ്പത്തിക ധ്യാനം ചെയ്യാട്ടോ, രണ്ടും നല്ല റിസൾട്ട് തരുവേ. അതുപോലെ തന്നെ റിസൾട്ട്. ഓക്കെ, നെക്സ്റ്റ് പറഞ്ഞില്ല, അപ്പൊ പിരിയാന്നാണ്. താങ്ക് യു വെരി മച്ച്. കാണാം. Thank you. Bye. Thank you. Good night. താങ്ക് യു സർ. താങ്ക് യു എവരിവൺ.